ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവിട്ട് കേന്ദ്രത്തിന്റെ കരുനീക്കത്തിന്റെ ഭാഗമായി ബിജെപിയിലെ 8 എംപിമാർ ഇനിയില്ല. അടിയന്തരമായ യോഗം വിളിക്കുന്നതിനാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ. പാർലമെന്റിൽ ഇത്തവണ ബിജെപിയുടെ ഭൂരിപക്ഷം കുറയുകയും സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭരിക്കേണ്ടി വരികയും ചരിത്രത്തിൽ ആദ്യമായി മോദിക്ക് മുന്നിൽ പ്രതിപക്ഷ നേതാവിനെ വരവേൽക്കേണ്ടി വരികയും ചെയ്തു. അതും മോദി പപ്പു എന്ന് പറഞ്ഞ് കളിയാക്കിയ ഒരാൾ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിപ്പുറപ്പിക്കുമ്പോൾ ബിജെപിക്ക് അത് രസിക്കില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷ നിരയിലെ എണ്ണം കുറയ്ക്കാനായിട്ട് അവർ കിണഞ്ഞങ്ങനെ പരിശ്രമിക്കുന്നത്. അതിന്റെ കൂടി ഭാഗമായിട്ട് 8 ഇന്ത്യ മുന്നണി എംപിമാർ ഇനി ഇല്ലാതാവുകയാണ്. അതും തമിഴ്നാട്ടിൽ നിന്ന് മാത്രം. ഈ കാര്യമാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ മറ്റെല്ലാം മറന്ന് ബിജെപിക്കെതിരെ ശക്തമായ സംസ്ഥാനത്തിനോടൊപ്പം നിലയുറപ്പിക്കണമെന്ന് ഒരേ ഒരു ആവശ്യവുമായിട്ടാണ് MK സ്റ്റാലിൻ ഇപ്പോൾ രംഗത്തെത്തുന്നത്. ഇവിടെ അടിയന്തരമായി സർവകക്ഷികളുടെ യോഗം വിളിച്ചുകൂട്ടാൻ ഒരുങ്ങുകയാണ് രാഹുൽ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത 40 പാർട്ടികളുടെയും പ്രതിനിധികളെ സർവകക്ഷി യോഗത്തിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്യുന്നുണ്ട്. വരാനിരിക്കുന്ന മണ്ഡല പുനർനിർണയം തമിഴ്നാടിന്മേൽ ഉയർന്നങ്ങനെ നിൽക്കുന്ന വാളാണ് എന്നും സ്റ്റാലിൻ മുന്നറിയിപ്പ് നൽകുകയാണ്. 2026 ജനസംഖ്യാ കണക്ക് അടിസ്ഥാനമാക്കിയാകും അടുത്ത മണ്ഡല പുനർനിർണയം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുടുംബാസൂത്രണം കൃത്യമായി നടപ്പിലാക്കിയത് കാരണം ജനസംഖ്യ നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യയിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ മണ്ഡലങ്ങൾ കൂടുകയും ദക്ഷിണേന്ത്യയിൽ കുറയുകയും ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ആശങ്ക. ഇങ്ങനെ വരുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ പറയേണ്ടിയേ വരില്ല. ഇപ്പോഴുള്ളത് 20, ഇനി അങ്ങോട്ട് താഴും എന്നുള്ളതാണ്.